بسم الله الرحمن الرحيم. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول ويأتينا فردا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 982 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول ويأتينا فردا. صدق الله العظيم. സൂറത്ത് മറിയമിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തില് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന തരം ആളുകളെ പരാമർശിച്ചുകൊണ്ടും അവരെ കേൾപ്പിക്കുന്നതിനും വേണ്ടിയും അവരുടെ നിലപാടുകളെ തുറന്നു കാണിച്ചുകൊണ്ടുമൊക്കെയുള്ള ആയത്തുകളാണ് നമ്മൾ സൂറത്ത് മറിയമിന്റെ ഈ അവസാന ഭാഗത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മക്കയിലെ സത്യനിഷേധികളുടെ ഒരു മനോഗതം, അവര് സ്വീകരിച്ച ഒരു നിലപാട് വ്യക്തമാക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ആയാത്തുകൾ, അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്, നമ്മുടെ ആയാത്തുകൾ തെളിമയുള്ള വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു അടിത്തറ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ആയാത്തുകൾ അവരെ കേൾപ്പിക്കപ്പെട്ടാൽ ആ നിഷേധികളായ ആളുകള് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളോട്, അള്ളാഹുവിന്റെ ആയാത്തുകളെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമൻ വ അഹ്സനു നദിയ്യ. നമ്മൾ രണ്ടു കൂട്ടരിൽ, നിങ്ങള് സത്യവിശ്വാസികൾ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, ഞങ്ങളെ കുറിച്ച് അധർമ്മികൾ എന്നോ സത്യനിഷേധികൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഈ രണ്ട് വിഭാഗങ്ങൾ, നിങ്ങളും ഞങ്ങളും, നിങ്ങള് സത്യത്തിന്റെ ആളുകൾ എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്, ഞങ്ങളെ നിങ്ങള് സത്യവിരോധികളായിട്ടുമാണ് പറയുന്നത്. ഈ രണ്ടു കൂട്ടരിൽ ആർക്കാണ് യഥാർത്ഥത്തില് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നല്ല പദവിയും സ്ഥാനവും അവസരവും അതുപോലെ ഭൗതിക വിഭവങ്ങളൊക്കെ നൽകപ്പെട്ട വിധത്തിലുള്ളത്? ആരോടൊപ്പമാണ് വലിയ സംഘബലമുള്ളത്? ആർക്കാണ് വലിയ ആളും വാളും കോളും ഒക്കെ കൂടെയുള്ളത് എന്നതാണ് അവര് തിരികെ ചോദിച്ചുകൊണ്ടിരുന്നത്. മക്കയിലെ ആ ഘട്ടത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ സന്നദ്ധരായി രംഗത്ത് വന്ന ആളുകളും സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരും ഏറ്റവും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു. അധികാരവും പദവിയും സ്വാധീനവും ആൾബലവും സമ്പത്തും ഒക്കെ എടുത്തു പറയാവുന്ന വിധത്തില് ഉണ്ടായിരുന്നത് നിഷേധികളായി നിലക്കൊണ്ട
സത്യവിശ്വാസ മാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകൾക്കാണ്. അവരാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവര് ചോദിക്കുന്നത്, എന്നിട്ടിപ്പോ നിങ്ങള് അള്ളാഹുവിന്റെ പക്ഷത്തായിട്ട്, സത്യത്തിന്റെ പക്ഷത്തായിട്ട്, നീതിയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്കിപ്പോ എന്താ കിട്ടിയത്? ഞങ്ങളല്ലേ യഥാർത്ഥത്തിൽ നിങ്ങളെക്കാളും ഒക്കെ ഐശ്വര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്. ദൈവികമായ അനുഗ്രഹങ്ങളും ഐശ്വര്യമൊക്കെ നിരന്തരം ഞങ്ങൾക്കല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഉള്ളത്. നിങ്ങൾ ഏറ്റവും കഷ്ടപ്പാടിലാണ്, ഏറ്റവും വലിയ ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെയാണ്. എന്നിട്ട് ഈ ദുരിതക്കയത്തിൽ കഴിയുന്ന നിങ്ങളാണോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സത്യം കിട്ടിയ, അത് ഏറ്റുവാങ്ങിയ ആളുകളായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നത്? അള്ളാഹുവിന്റെ ഐശ്വര്യം ദിനേന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള സ്ഥാനവും മാനവും ആൾബലവും ഒക്കെയുള്ള ആളുകളെ നിങ്ങൾ സത്യം ലഭിക്കാത്ത, സത്യം പിൻപറ്റാത്ത ആളുകളായിട്ട് കാണുകയും ചെയ്യുന്നു. ഇതെത്ര വിചിത്രമാണ്! അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കാണോ ലഭിക്കുന്നത് അതോ ഞങ്ങൾക്കാണോ എന്നാണ് അവര് ഉയർത്തിയ ചോദ്യത്തിന്റെ ഒരു മർമ്മം. അയ്യുൽ ഫരീഖൈനി ഖൈറുൻ മഖാമൻ വ അഹ്സനു നദിയ്യ. സ്ഥാനം, പദവി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ രണ്ട് കൂട്ടരിൽ ആരാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത്? ആരുടെ കൂടെയാണ് വലിയ സഭയും സംഘവും ഒക്കെ ഉള്ളത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ പ്രത്യക്ഷത്തിലുള്ള ഭൗതിക ജീവിതത്തിന്റെ വലിയ മേന്മയും ഐശ്വര്യവും ഒക്കെ വിളിച്ചോതുന്ന സംഗതികളൊക്കെ കൂടുതൽ അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് അള്ളാഹുവിന്റെ പ്രിയം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഫേവേഴ്സ് കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളെ തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ച ആയാത്തുകൾ വരുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന മിക്കവാറും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് തന്നെയായിരുന്നു ഇവിടെ ചിലരുടെ വാക്കുകളായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ തന്നെ. അത് ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒന്നുമല്ല. നബിയുടെ ശത്രുക്കളായിട്ട് നിലകൊണ്ടിരുന്ന പലരും, വലീദ് ഇബ്നു മുഗീറ പോലെയുള്ള ധാരാളം ആളുകള് ആ ഒരു നിലപാടിന്റെ ആളുകളായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അള്ളാഹു ഒരു കാര്യം അല്ലെ ഒരു വ്യക്തിയെ, അതുപോലെയുള്ള പലരും ആ കൂട്ടത്തിലുണ്ടാകും, ഒരു വ്യക്തിയെ സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അഫറഅയ്തല്ലദീ കഫറ ബിആയാതിന. നമ്മുടെ ആയാത്തുകളെ നിഷേധിച്ച, നമ്മുടെ ആയാത്തുകളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന, അതിന് കാറ്റിൽ പറത്തിയ ഒരാളെ പ്രവാചകരെ താങ്കൾ കണ്ടോ? അയാള് കുഫ്ർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആയാത്തുകളെ. അഫറഅയ്ത, പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ, താങ്കൾ കണ്ടോ? അല്ലദീ കഫറ ബിആയാതിന, നാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന സത്യം ബോധ്യപ്പെടുത്തി തരുന്ന ബയ്യിനാത്തുകളായ ആയാത്തുകൾ, ആ ആയാത്തുകളെ നിഷേധിച്ച ഒരുവനെ വഖാല, എന്നിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ലഊതയന്ന മാലം വവലദ, എനിക്ക് സമ്പത്തും സന്താനങ്ങളൊക്കെ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് അവൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം നൽകിയ ദൃഷ്ടാന്തങ്ങളെ കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും ഒന്നും അവൻ സന്നദ്ധനല്ല. അവന് സത്യത്തിന്റെ ഭാഗത്തേക്ക് വരാനും കൂട്ടാക്കുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഊത്ത എന്ന മാലം വവലത, എനിക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഐശ്വര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ദൈവികാനുഗ്രഹങ്ങളും ഐശ്വര്യവും ഒക്കെ എനിക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ട്, ഇനിയും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് അയാൾ അവകാശപ്പെടുന്നത്. അത്തല അൽ ഗൈബ, അത്തല, ആ ഇത്തല എന്നുള്ളതിന്റെ ഒരു ചേർത്ത് പറയുന്ന ഒരു രൂപം. അത്തല അൽ ഗൈബ അമിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ. ഒരു ചോദ്യമാണ്. അതെന്താ, ഇവൻ ഭാവിയെ ഒക്കെ പോയി മനസ്സിലാക്കി കളഞ്ഞു?
ഭാവി അറിയാൻ ഇവന് സാധിച്ചു കഴിഞ്ഞോ? അമിത്തഖദ ഇൻദ റഹ്മാനി അഹദ, അതല്ല കാരുണ്യവാന്റെ അടുക്കൽ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ ഇവനൊരു അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്ന് ഇവന് വല്ല കരാറും നേടാൻ പറ്റി? ഇതാണ് ചോദ്യം. അപ്പോ ഇവിടെ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തി അതാരോ ആകട്ടെ, മക്കയിലെ നുബൂവത്തിന്റെ ആ 5-ാം വർഷം ഒക്കെ ആയ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും ഒക്കെ വലിയ സങ്കീർണമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അവരുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച് അവരോട് ധാർഷ്ട്യത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന പലരും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അയാളാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ തള്ളിക്കളയുന്നു, എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഇങ്ങനെ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ലഊതയന്ന മാലം വലത, മാലും വലതും സമ്പത്തും സന്താനങ്ങളും എനിക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും, ഇനിയും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഗർവവും നിഗളിപ്പും ഒക്കെ കാണിച്ചുകൊണ്ട് അയാൾ പറയുന്നത്. അപ്പോ അയാളുടെ കാര്യത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അത്തലഅൽ ഗൈബ, ഇവനെന്താ അദൃശ്യ ലോകത്തേക്കൊന്ന് എത്തി നോക്കാനും ഊളിയിട്ട് നോക്കാനും ഒക്കെ പറ്റിയോ? വരാനിരിക്കുന്ന നാളുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോണത്, ആർക്കാണ് സമ്പത്ത് ഉണ്ടാവുക, ആർക്കാണ് മക്കൾ ഉണ്ടാവുക, ആരൊക്കെയാണ് തലയെടുപ്പുള്ളവരായിരിക്കുക, ഇതൊക്കെ ഭാവിയിലേക്കൊന്ന് ഊളിയിട്ട് നോക്കി കണ്ടെത്തി വരാൻ വേണ്ടി പറ്റിയോ ഇവന് എന്നാണ് ചോദ്യം. ഇത്തല എന്ന് പറഞ്ഞാൽ പാളി എത്തി നോക്കുക എന്നൊക്കെയാണ്. അൽ ഗൈബ, ഭാവിയുടെ അദൃശ്യതയിലേക്ക് തലയേന്തി നോക്കാൻ ഇവന് കഴിഞ്ഞോ? ഭാവിയിലേക്ക്, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങള് മുൻകൂട്ടി അറിയാൻ ഇവന് സാധിച്ചുവോ എന്നാണ് ചോദ്യം. അതല്ലെങ്കിൽ അമിത്തഖദ ഇൻദ റഹ്മാനി അഹദ, അതല്ലെങ്കിൽ കാരുണ്യവാനായ റബ്ബുമായിട്ട് ഇവന് വല്ല കരാറുണ്ടോ? ഭാവി കാര്യങ്ങളില് ഇയാള് സുരക്ഷിതനായിരിക്കും, ഇയാൾക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കും എന്ന ഉറപ്പ് അവന് കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണോ? അതല്ല ഭാവിയെ കുറിച്ച് മുൻകൂട്ടി അങ്ങോട്ട് തലയിട്ട് നോക്കിയിട്ട് അറിയാൻ പറ്റിയോ ഇവന്? എന്താ ഇപ്പൊ ഉണ്ടായത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇവനെന്താ ഇത്രയോ ഉറപ്പ്, എനിക്ക് സമ്പത്തും സന്താനങ്ങളും നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാൻ ഇവൻ എന്ത് ഉറപ്പാണുള്ളത്? ഇവന് ഭാവി കാണാൻ പറ്റി? അതല്ല ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ഇവനുമായി വല്ല കരാറിലും ഏർപ്പെട്ട് കളഞ്ഞു? എന്താ ഉണ്ടായത്? ഇവൻ എത്ര ഉറപ്പിച്ചു പറയാൻ? നാളെ മറ്റന്നാള് അവസ്ഥ മാറൂല, ഇനി തലമുറകൾ തന്നെ അങ്ങ് പിന്നിട്ട് കഴിഞ്ഞാലും താൻ സുരക്ഷിതനായിരിക്കും, സമ്പത്തും സന്താനങ്ങളും ഒക്കെ പോലെയുള്ള അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നവനായിരിക്കും എന്നൊക്കെ ഉറപ്പിച്ചു പറയാൻ ഇവന് എന്ത് ന്യായമുണ്ട്? അതെങ്ങനെ അവന് കഴിയും എന്നതാണ് ചോദ്യം. 2 സാധ്യതയാണ് അതിനുള്ളത്. ഒരാൾ ഉറപ്പിച്ചു പറയാണ്, ഇനി ഞാൻ ഇപ്പോ ഐശ്വര്യമുള്ളവനാണ്, പണ്ട് എന്റെ പ്രപിതാക്കന്മാരൊക്കെ വലിയ ഐശ്വര്യമുള്ളവരായിരുന്നു, ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അടുത്ത തലമുറയിലൊക്കെ ഞാനും എന്റെ കുടുംബമൊക്കെ വലിയ ഐശ്വര്യം ഉള്ളവരായിരിക്കും എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിന് 2 സാധ്യതയാണുള്ളത്. ഒന്ന്, അയാൾക്ക് ഭാവി അറിയാൻ കഴിഞ്ഞു, അവൻ അങ്ങോട്ടൊന്ന് ഊളിയിട്ട് തലയേന്തി നോക്കാൻ പറ്റി, അപ്പോ അയാളെ തന്നെ സമ്പന്നതയിൽ ആറാടുന്നത് കാണാൻ പറ്റി എന്നതാണ് ഒരു സാധ്യത. രണ്ടാമത്തത്, ഇവൻ അള്ളാഹുവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ കരാറ്? അള്ളാഹു ഇവനെ ഭാവിയിലും വലിയ ഐശ്വര്യങ്ങളുള്ള സമ്പത്തും സന്താനങ്ങളും ഒക്കെ ധാരാളം നൽകപ്പെട്ട ഒരാളാക്കി തന്നെ നിലനിർത്താം എന്ന് ഇവനോട് കരാറ് ചെയ്ത പോലെ ഉണ്ട്. രണ്ടിലൊരു സംഗതി ഇല്ലെങ്കിൽ ഇപ്പൊ അത് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഇനിയും വരുന്ന ആളുകളിലും സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകപ്പെട്ടവനായിരിക്കും എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ അവന് ഭാവി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ കാരുണ്യവാനായ അള്ളാഹുവുമായിട്ട് അവനൊരു കരാർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാകണം. ഭാവിയിൽ എനിക്ക് ഇന്നതൊക്കെ
അള്ളാഹു തരും എന്ന് ഉറപ്പ് തരുന്ന ഒരു കരാറ്. ഇങ്ങനെ വല്ലതും സംഭവിച്ചോ എന്നാണ് അള്ളാഹു ഈ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത്. പരിഹാസം ശരിക്കും അർഹിക്കുന്ന ഒരുത്തനാണ്. കാരണം അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും അവരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. നിങ്ങളെ അള്ളാന്റെ റസൂലും കൂട്ടരും ആ റസൂലിനെ അനുസരിക്കുന്ന പിൻപറ്റുന്ന സത്യവാന്മാര്, എന്നിട്ട് ഈ അവസ്ഥയിൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ നിങ്ങൾ, എന്നിട്ട് ഞങ്ങളോ ഇവിടുത്തെ പ്രതാപികളും ഐശ്വര്യവാന്മാരും സമ്പന്നരും ഒക്കെ ആയിട്ട് ഇവിടെ നിലകൊള്ളുകയാണ്. എന്നിട്ട് ഞങ്ങള് അസത്യത്തിന്റെ ആളുകൾ. അപ്പൊ അള്ളാഹ്ക്ക് തെറ്റുപറ്റിപ്പോയോ, അള്ളാഹ്ക്ക് ആളെ മാറിപ്പോയോ എന്നൊക്കെയുള്ള വിധത്തിലാണ് ഇവര് പ്രതികരിക്കുകയുണ്ടായത്. അവരോടാണ് അള്ളാഹുവിടെ തിരിച്ചു ചോദിക്കുന്നത്, ഇവരെന്താ അദൃശ്യ ലോകത്തെ, ഭാവി കാര്യത്തെ കാണാനും അറിയാനും പറ്റിയോ? അമിത്തഹദ ഇന്ദർ റഹ്മാനി അഹദ, അതല്ല അള്ളാഹുവുമായിട്ട് ഇവർക്ക് വല്ല കരാറും ഉണ്ടോ? ഭാവിയിൽ ഇങ്ങനെ ഐശ്വര്യം നൽകിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് വരുത്താൻ? നോക്കല്ല. എന്നിട്ട് അള്ളാഹു തന്നെ അതിനോടൊരു മറുപടി നൽകുകയാണ്. അല്ല, അങ്ങനെയല്ല, അതൊരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർക്ക് ഭാവി അറിയാൻ സാധിച്ചതല്ല, ഇവർക്ക് അള്ളാഹുവുമായിട്ട് ഒരു കരാറ് നേടാൻ കഴിഞ്ഞതുമല്ല. മറിച്ചോ ഇവരുടെ മൗഢ്യം മാത്രമാണ് ഈ നിഗളിപ്പിന് കാരണം. ഇവരിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരേ ഒരു ന്യായം അവരുടെ മൗഢ്യം മാത്രമാണ്. അവര് മൂഢരായിട്ടാണ് അത് ചെയ്യുന്നത് എന്നതാണ്. കല്ല, അങ്ങനെയല്ല. സനക്തുബുമായ ഫൂലു, അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സന്താനങ്ങളും സമ്പത്തും ഒക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ഊത്തയെന്ന മാലംബ വലത, ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെയും തന്നെ ഞങ്ങൾക്ക് ഇനിയും തുടർന്നും നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ള ഇവരുടെ ഈ സംസാരം, അത് നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വേണ്ടി വരും കുറച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും. അതിനു വേണ്ടി നാം അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സനക്തുബുമായ ഫൂലു, എന്നിട്ട് പോലെ മുദ്ദുലഹു മിനൽ അദാബി മദ്ദ, എന്നിട്ട് നാം അവർക്ക് ശിക്ഷയുടെ കാലം അങ്ങനെയുണ്ട് നീട്ടിക്കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ പറച്ചിലുണ്ടല്ലോ നിഗളിപ്പോട് കൂടിയുള്ള, ഞങ്ങളിനി വരുന്ന ആളുകളിലും ഐശ്വര്യം ഏറ്റുവാങ്ങാനായിട്ട് ഇരിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വലിയ ദൈവിക ഐശ്വര്യം ഏറ്റുവാങ്ങിയ ആളുകൾ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമല്ലോ, ഞങ്ങളുടെ ഈ ഭൗതികമായ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ തന്നെ എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അത് അള്ളാഹു പറയുന്ന സനക്തുബുമായ ഫൂലും, അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ അതും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ശിക്ഷയുടെ അവധി നാം അങ്ങനെയുണ്ട് നീട്ടിയിട്ട് കൊടുക്കുകയാണ്. അവര് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെയും തന്നെ നാം അങ്ങ് ഏറ്റെടുക്കും. അനന്തരാവകാശി എന്നുള്ള നിലക്ക് അവരിൽ നിന്ന് നാം അങ്ങ് ഏറ്റെടുക്കും. ഇപ്പൊ അവരുടെ അവകാശവാദമാണ്, ഞങ്ങളാണ് ഐശ്വര്യമുള്ളവർ, വീട്, കുടുംബം, ആൾബലം, സമ്പത്ത്, വരുമാന മാർഗങ്ങൾ, സ്വാധീനം, അധികാരം, ഇതൊക്കെ ഞങ്ങൾക്കാണ് എന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതൊക്കെയും തന്നെ നാം അങ്ങ് അതിന്റെ അനന്തരാവകാശി എന്നുള്ള നിലക്ക് അത് ഏറ്റെടുക്കും. ഇതാണ് എന്തൊക്കെയാണോ ഇപ്പോ അവരുടേതായിട്ട് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒക്കെ ഉടമസ്ഥത നാം അങ്ങ് ഏറ്റെടുക്കും. ഫർദ, എന്നിട്ട് അവര് നമ്മുടെ അടുക്കൽ വരലെങ്ങനെയാണ്? തനിച്ചാണ്, ഏകനായിട്ടാണ്, ഒറ്റയായിട്ടാണ് വരിക. ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരിക. ഓരോരുത്തരായിട്ട് നമ്മുടെ അടുക്കൽ അവര് ഹാജരാകും. അന്ന് ബാക്കിയുള്ളവരെ വിരട്ടാൻ ഇവരോടൊപ്പം ആൾബലം ഉണ്ടാവില്ല. വലിയ സൈന്യവും പട്ടാളവും
സഭയിലെ കൂടെയുള്ള അംഗങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ നിറഞ്ഞ സദസ്സുകളുടെ അകമ്പടിയോടെയോ അല്ലെങ്കിൽ നിറഞ്ഞ പിൻബലം കാണിച്ചുകൊണ്ടുള്ള അനുയായികളുടെയോ അകമ്പടിയോട് കൂടിയൊന്നുമല്ല അവർ വരിക. നമ്മുടെ അടുക്കൽ ഓരോരുത്തരുടെയും കർമ്മഫലം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഓരോരുത്തരും ഫർദായിട്ട് വരും. ഫർദ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് അവരിപ്പോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാതൊരു സംഗതിയും അവരോടൊപ്പം ഉണ്ടാവില്ല. അതൊക്കെ അള്ളാഹു അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്നുള്ള നിലക്ക് അതൊക്കെ തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഓരോരുത്തരും കൂടെ ഭാര്യയില്ല, മക്കളില്ല, ആൾബലമില്ല, ഉദ്യോഗസ്ഥന്മാരോ അകമ്പടി സേവകരോ ഒന്നുമില്ല. ഇവരൊന്നുമില്ലാതെ തനിച്ചാണ് അവര് നമ്മുടെ അടുക്കൽ വരിക. നേരത്തെ ഇവരുടേതായിട്ട് ഇവർ അവകാശപ്പെട്ടിരുന്ന സമ്പത്തോ അവരുടെ ഐശ്വര്യത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടുള്ള എന്തെങ്കിലുമോ അതല്ലെങ്കിൽ അധികാരത്തിന്റെ വല്ല പ്രതീകമായിട്ടുള്ള ചെങ്കോലോ പോലെയുള്ള യാതൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. അതൊക്കെ അവരിൽ നിന്ന് യഥാർത്ഥ ഉടമ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓരോരുത്തരും ഓരോ വ്യക്തിയായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകും. ഇതാണ് അവരെ കുറിച്ച് വരാനിരിക്കുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന നിലക്ക് അള്ളാഹു പറയുന്നു. വലീദ് ഇബ്നു മുഗീറ പോലെയുള്ള പലരും, അതുപോലെ വേറെയും ചില പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതില് കൂട്ടത്തിൽ ഒരാള് വലീദ് ഇബ്നു മുഗീറയെ പോലെ ആസ് ഇബ്നു വാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഇവരൊക്കെ തന്നെ ഈ നിഗളിപ്പ് കാണിച്ചിരുന്ന ആളുകളാണ്. മുഫസ്സിറുകള് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കഥകളും ഹദീസുകളുടെ ഒക്കെ പിൻബലത്തോടു കൂടിയുള്ളത് വിവരിക്കുന്നുണ്ട്. അതില് ഒരു സംഭവം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നതായിട്ടുള്ളതാണ്. ആസ് ബിനു വാസിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അക്കാലത്തെ മക്കയിലെ ഒരു പൗരപ്രമുഖൻ. അദ്ദേഹം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ മികവുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കുകയും എന്നിട്ട് അത് കൊണ്ടു കൊടുത്തപ്പോ അതിന്റെ കൂലി ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറയുകയുണ്ടായത്, ആസ് ഇബ്നു വാസിൽ പറയുകയുണ്ടായത്, ഖബ്ബാബെ നീ മുഹമ്മദിനെ തള്ളി പറയണം, മുഹമ്മദിനെ തള്ളി പറഞ്ഞാൽ നിനക്ക് ഞാൻ കൂലി തരാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, ആസ് ഇബ്നു വാസിൽ പറയുന്നത്. അപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തും ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന കാലത്തും സത്യവിശ്വാസിയായിക്കൊണ്ടായിട്ടാവും നിലക്കൊള്ളുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന ആളായിട്ടാവും ഞാന് ജീവിതകാലം ഉടനീളം ഉണ്ടാവുക. ഇനി മരണശേഷം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നതും ആ സത്യവിശ്വാസ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നവനായിക്കൊണ്ടാണ് എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായത്. അപ്പോ വാസിൽ പറഞ്ഞത്, ഈ ആസ് ഇബ്നു വാസിൽ ഖബ്ബാബിനോട് പറയുന്നത്, നിങ്ങളൊക്കെ മരണാനന്തരം ഒരു പാരത്രിക ജീവിതം, സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അവിടെ വേണ്ടത്ര സ്വർണവും ആഭരണങ്ങളും വിഭവങ്ങളും ഒക്കെ എല്ലാം ലഭ്യമാകുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് ഉണ്ടാക്കി തന്ന ആഭരണങ്ങൾക്കുള്ള കൂലി നിങ്ങൾ സ്വർഗത്തിൽ വരുമല്ലോ, ഏതായാലും അന്നേരം നൽകിയേക്കാം, അന്നേരം അങ്ങ് തന്നേക്കാം എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് വാസിൽ ആസ് ഇബ്നു വാസിൽ എന്ന പൗരപ്രമുഖൻ പറയുകയുണ്ടായത്. അപ്പോ മരണാനന്തരം സ്വർഗത്തിൽ വെച്ച് തന്നേക്കാം, പരിഹസിക്കാൻ വേണ്ടിയാണ്, സ്വർഗത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ല. മറിച്ച് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ വിശ്വാസമുണ്ട് എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ സ്വർണവും വെള്ളിയും സന്താനങ്ങളും ഒക്കെ എനിക്കും കാണും. ഊത്തേന്ന മാലംബ വലത, തീർച്ചയായിട്ടും ഞാൻ ആ ഘട്ടത്തില്
സമ്പത്തും സന്താനങ്ങളും ഒക്കെ നൽകപ്പെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഇവിടെ അങ്ങനെയാണല്ലോ, സമ്പത്തും സന്താനങ്ങളൊക്കെ ധാരാളമുള്ള ഐശ്വര്യമുള്ള ആളാണ് ഞാൻ. പിന്നിട്ട നാളുകളില് എന്റെ പ്രപിതാക്കന്മാര് വരെ അങ്ങനെയായിരുന്നു, വലിയ ഐശ്വര്യമുള്ളവരായിരുന്നു. ഇനി നിങ്ങൾ ഈ പറയുന്ന ഈ സ്വർഗം ഉണ്ടെങ്കിൽ അവിടെയും ഞങ്ങള് സന്താനങ്ങളും സമ്പത്തും ഒക്കെ ധാരാളം നൽകപ്പെട്ടവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഹബാബ് വിഷമിക്കേണ്ട, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, നിന്റെ കൂലി ഞാൻ അവിടുന്ന് തന്നേക്കാം എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായത് എന്നാണ് ചില സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത്. ഇതിനേക്കാളും ധിക്കാരം കാണിച്ചുകൊണ്ടുള്ള സംസാരം വലീദ് ഇബ്നു മുഗീറ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നത് പല സ്രോതസ്സുകളിൽ നിന്നും കാണാൻ കഴിയും. അപ്പൊ അള്ളാഹു ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചത് അഫറഅയ്തല്ലദീ കഫറ ബി ആയാതിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കാനുള്ള ധാർഷ്ട്യം കാണിച്ച ഈ ഒരുത്തനെ താങ്കൾ കണ്ടോ? അവൻ പറയുന്നത് വഖാലല ഊതയന്ന മാലം വ വലദ, എന്തായാലും എനിക്ക് സമ്പത്തും സന്താനങ്ങളും ഭാവിയിലും നൽകപ്പെടും എന്നാണ് അവൻ പറയുകയുണ്ടായത്. അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിച്ചത് അത്തലഅൽ ഗൈബ അമിത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദ, എന്താ ഭാവി അറിയാൻ പറ്റിയോ ഇവന്? അതല്ല അള്ളാഹുവുമായിട്ട് വല്ല കരാറും ഉണ്ടാക്കിയോ ഇങ്ങനെയൊക്കെ ആയിക്കൊള്ളാം എന്നുള്ള വിധത്തിൽ? അല്ല, അങ്ങനെയൊന്നുമല്ല. സനക്തുബു മാ യഖൂലു, ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരിഹാസ വാക്കുകളൊക്കെ അതൊക്കെ നാം എഴുതി വെക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പേരിലും അവർക്ക് ചില ആസ്വാദനങ്ങൾ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ, അതിന്റെ പേരിൽ അവന് നാം ശിക്ഷ ഒരല്പം കൂടി അങ്ങ് നീട്ടിക്കൊടുക്കും. അവര് നേരത്തെ കാണിച്ച കുഫറിന്റെയും തുകയാന്റെയും ഫലമായിട്ട് ഏതായാലും അവർക്ക് നരകശിക്ഷ അനുഭവിക്കാനുണ്ട്. ഇപ്പോ അവര് നടത്തിയ ഈ പരിഹാസ വാക്കുകൾ, അതിനോടൊപ്പം സമ്പത്തും സന്താനങ്ങളൊക്കെ എനിക്ക് അവിടെയും കിട്ടും എന്ന് ധാർഷ്ട്യത്തോടെയും നിഗളിപ്പോടും കൂടി ഇവനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ പേരിൽ ഒരു ലേശം കൂടി അങ്ങ് നീട്ടിക്കൊടുക്കും നാം ശിക്ഷ. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. കല്ലാ സനക്തുബു മാ യഖൂലു വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ വനരിസുഹു മാ യഖൂലു, അവനിപ്പോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒക്കെ നാം അതിന്റെയൊക്കെ ഉടമസ്ഥത നാം അങ്ങ് ഏറ്റെടുക്കും. ഇപ്പൊ അവൻ അവകാശപ്പെടുന്ന സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉണ്ട്. അവൻ കരുതുന്നത് ആ സമ്പത്തും സന്താനങ്ങളും ഒക്കെ അവൻ്റെതാണെന്നാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഉടമയുണ്ട്. മക്കളായാലും സമ്പത്തായാലും അതിനൊക്കെ യഥാർത്ഥ ഉടമയായിട്ട് അവയുടെ സൃഷ്ടാവായ അള്ളാഹു ഉണ്ട് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ ഉടമ അതിനെ അങ്ങ് ഉടമസ്ഥതയിലേക്ക് തിരിച്ചു വാങ്ങും. ഫർദ, എന്നിട്ട് അവൻ നമ്മുടെ അടുക്കൽ വരും. എങ്ങനെ? ഈ അകമ്പടിയൊന്നുമില്ലാതെ തനിച്ച് ഒറ്റയാനായിക്കൊണ്ടാണ്, ഒരാളുടെയും അകമ്പടി ഇല്ലാതെ, സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടയാളപ്പെടുത്തലൊന്നും ഇല്ലാതെ അവൻ ആ ഘട്ടത്തിൽ നമ്മുടെ അടുക്കലേക്ക് തിരികെ എത്തും അന്ത്യനാളിൽ. ഇതാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്ന കാര്യം. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയും പകയും ഒക്കെ കാണിച്ചുകൊണ്ട് കഴിയുന്ന ആ ധിക്കാരത്തിലും മൗഢ്യത്തിലും സ്വയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളിലൊക്കെയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു താക്കീതായി, അവർക്കൊരു മുന്നറിയിപ്പായി വർത്തിക്കുന്ന വിധത്തില് ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഇതുമായി ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും വരുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നലെ പങ്കുവച്ച ചോദ്യങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വേറെ ചിലത് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ദ ട്രൂത്ത് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്ന സംഗതിയാണ്. സത്യത്തിൽ ഖുർആൻ എന്നത് അള്ളാഹു പറഞ്ഞു എന്ന്, മാലാഖ പറഞ്ഞു എന്ന്, മുഹമ്മദ് പറഞ്ഞത് നാട്ടുകാർ എഴുതിയതല്ലേ ഖുർആൻ എന്നാണ്. എന്താണ് ഇപ്പൊ അതിൽ ആൾക്ക് പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല. ഖുർആൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ട് അത് രേഖപ്പെടുത്തിയ ആളുകളെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. ചരിത്രത്തിലൂടെ അത് മനുഷ്യരാശിക്ക് പകർന്നു നൽകപ്പെട്ട ആ ചരിത്ര സംരക്ഷണത്തിന്റെ കൂടി ഭാഗമായ സംവിധാനത്തിന്റെ അതിനെ ആശ്രയിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ദൈവികമായൊരു സംരക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അത് ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ സംരക്ഷണവും നമ്മുടെ ചുമതല തന്നെയാണ് എന്നത് അള്ളാഹു വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതിയില് ഈ കാര്യങ്ങള് അത് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായിട്ട് മാലാഖ പറഞ്ഞതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതായിട്ട് ആ കാലഘട്ടത്തിലെ ആളുകള് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിലൊരു പ്രക്രിയ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഒരു മാധ്യമവും ഇല്ലാതെ നമ്മുടെ കയ്യിലൊന്നും എത്തൂലല്ലോ. ഇതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ വിശ്വസിക്കാൻ ഇയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ട് കാണൂല. ഇപ്പൊ ചാൾസ് ഡാർവിന്റെ ജനനം, ജീവിച്ച കാലം, അദ്ദേഹം മുന്നോട്ട് വെച്ച തത്വം ഇന്നതാണ് എന്ന് പാഠപുസ്തകങ്ങളിൽ വായിച്ചുകൊണ്ട് അത് മനപ്പാടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ഇയാള്. അതിലിപ്പോ ചാൾസ് ഡാർവിന്റെ ജനനം ആ കാലഘട്ടത്തിലല്ല, അതിന്റെ 2000 കൊല്ലം മുമ്പാണ് എന്ന് ഇയാള് പറയുന്നില്ലല്ലോ. ഇയാളത് ആ ചരിത്ര സ്രോതസ്സുകളെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും മനുഷ്യർ ചെയ്യുന്നത് ആ ചരിത്ര വസ്തുതകളെ രേഖപ്പെടുത്തിയ സ്രോതസ്സുകളെ പരിശോധിച്ച് അതിലെ ശരിതെറ്റുകളെ വിലയിരുത്തിക്കൊണ്ട് അതിനെ സ്വീകരിക്കുകയും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരും തന്നെ ഭക്ഷണം തയ്യാറാക്കുന്നത് എല്ലാ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പരീക്ഷിച്ച് അത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ, അതോ ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ലെഗസി പിന്തുടർന്നുകൊണ്ടാണോ പോകുന്നത്? അത് സംശയിക്കപ്പെടേണ്ടി വരുമ്പോ നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ പഠന രീതി അതാണ്. മനുഷ്യന് അതല്ലാത്തൊരു രീതി പരിചയമില്ല. കാരണം അവനൊരു നൈരന്തര്യത്തിലെ കണ്ണിയാണ്. അവനൊരു തുടക്കമല്ല, ഒരു ഒടുക്കവുമല്ല. മനുഷ്യൻ ഉത്ഭവം മുതല്, മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെ ആർജിച്ച അറിവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. എവിടെയെങ്കിലും വഴിമുട്ടുമ്പോ വല്ല പെശകും സംഭവിച്ചോ എന്നത് പരിശോധിച്ച് നോക്കും. അതാണ് മനുഷ്യന്റെ രീതി. ഖുർആന്റെ കാര്യത്തില് അത് മനുഷ്യരചനയല്ല എന്നത് ബോധ്യപ്പെടുത്തുന്ന, ദൈവികമായ രചനയെ ആവുകയുള്ളൂ എന്നത് ബോധ്യപ്പെടുത്തുന്ന ആയിരക്കണക്കിന് തെളിവുകള് അദ്ദേഹത്തിന് ഖുർആന്റെ ടെക്സ്ച്വലായിട്ട് അതിന്റെ അകത്തു ലഭ്യമാണ്. ബാഹ്യമായ പ്രതിഭാസങ്ങളുമായി തട്ടിച്ചുകൊണ്ട് വേറെയും ലഭ്യമാണ്. അത് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് സ്വയം ഒരു തീരുമാനത്തിലെത്താം. അതിന് യാതൊരു തടസ്സവും ഇല്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഡേ 1 തന്നെ ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് വന്നവരല്ല ആരും തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള സത്യം തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇനി അതല്ല, ഖുർആൻ ദൈവിക വചനമല്ല എന്നത് നിങ്ങൾക്ക് വല്ല നിലക്കും ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരൂ. സാധിക്കണമല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടാളികൾക്കും ഒക്കെ ചേർന്നാൽ ഖുർആൻ പോലെയുള്ള ഒരു രചന ഉണ്ടാക്കാൻ സാധിക്കണ്ടേ? അത് മനുഷ്യൻ രചിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയുള്ളതോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ അത് തയ്യാറാക്കി കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് വിവരം പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വാദമാണോ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യമാണോ ഹഖ് എന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ആരെങ്കിലും മാലാഖയെ കണ്ടിട്ടുണ്ടോ? മാലാഖ വന്നു എന്ന് മുഹമ്മദിന്റെ ക്ലെയിം മാത്രമായിരുന്നില്ലേ എന്നതാണ് അദ്ദേഹം തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം. മാലാഖയെ മനുഷ്യര് കണ്ടിട്ടുള്ളത് മനുഷ്യരൂപത്തിൽ വന്നു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഉത്തരങ്ങളൊക്കെ കേൾപ്പിച്ച് ഒക്കെ മടങ്ങിപ്പോയത് മാലാഖമാര് ജിബ്രീൽ അലൈഹിസ്സലാമും
ഒക്കെ അങ്ങനെ വന്ന സംഭവങ്ങളുണ്ട്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാലാഖയെ മാലാഖയുടെ രൂപത്തില് മനുഷ്യന് ഈ ഭൗതിക ലോകത്ത് പ്രവാചകന്മാർക്കല്ലാതെ കാണാൻ സാധിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ മറിയം റളിയല്ലാഹു അൻഹയുടെ മുന്നിലും മാലാഖ വന്നു, പക്ഷെ അത് ഒരു മനുഷ്യ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നില് നുബുവത്ത് നൽകപ്പെട്ട ആദ്യഘട്ടത്തില് മലക്ക് തനത് രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണ് സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത്. അപ്പോ മലക്കിനെ നിഷേധിക്കാനാണ് ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലതിനെയും നിഷേധിക്കേണ്ടി വരും. മലക്കുകളെ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ആത്മാവിനെ തന്നെ നിങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആത്മാവില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലോളം നിങ്ങൾ എത്തേണ്ടി വരും. അത് നിങ്ങളുടെ സത്യസന്ധതക്ക് വിടുകയാണ് ഞാൻ. മുഹമ്മദിന്റെ വീട്ടുകാര്യങ്ങൾക്കായി അള്ളാഹു ആയത്തിറക്കുന്നു, അതെങ്ങനെ ശരിയാകും എന്നാണ് ചോദ്യം. മുഹമ്മദിന്റെ വീട്ടുകാര്യങ്ങൾ പറയാൻ ആയത്തിറക്കിക്കൂടാ എന്ന് നിയമം വെച്ചിട്ടില്ല. ആണ് ആയാത്തുകൾ ഇറക്കുന്നത്, ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതെങ്ങനെ അവതരിപ്പിക്കണം, എന്തൊക്കെ വിഷയങ്ങളെ പറ്റി ആവണം അവതരിപ്പിക്കേണ്ടത്, അത് ആരു മുഖേന ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ഇതൊന്നും നമ്മൾ ട്രൂത്തിനുള്ള പ്രൊഫൈലിലുള്ള ആള് അള്ളാഹ്ക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അതിന് അള്ളാഹു സ്വയം സ്വീകരിച്ച ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പാലിക്കേണ്ടതുള്ളൂ. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പലതും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായിരുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ അത് അവരുടെ സെയ്ദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വിധവയായ സ്ത്രീയെ, അവരെ വിവാഹമുക്തയായ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. അത് നബിയുടെ കുടുംബപരമായ കാര്യത്തിൽ അള്ളാഹു ഖുർആനിൽ നിർദ്ദേശം നൽകിയതിന്റെ ഫലമായിട്ടാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സംഗതി. ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. അത് ഖുർആനിലൂടെയുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ദൈവികമായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ വീട്ടിൽ വന്ന ആളുകൾ നിരന്തരം അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വന്നിട്ട് പിരിഞ്ഞു പോകാതെ അങ്ങനെ തങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ പോകണം എന്നുള്ള നിർദ്ദേശം ഖുർആനിൽ നൽകപ്പെടുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ശരിയാകും, അത് അള്ളാഹ് ഇറക്കിയത്, അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അത് അങ്ങനെ ഇറക്കിയിട്ടുള്ളത്. അള്ളാഹു ഒരു സമൂഹത്തെ സംസ്കാരവും മര്യാദയും പഠിപ്പിക്കാൻ സ്വീകരിക്കുന്ന വഴികളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബകാര്യങ്ങളിൽ അള്ളാഹു ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ലെങ്കിൽ ആളുകളിൽ തെറ്റിദ്ധാരണ നിലനിൽക്കും. അപ്പൊ അള്ളാഹു വെളിപ്പെടുത്തൽ നടത്തും. അള്ളാഹു ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാവണം, അത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നബിയോടൊപ്പം എല്ലാം കണ്ടും കേട്ടും മനുഷ്യരാശിക്ക് വേണ്ടി എല്ലാം രേഖപ്പെടുത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ മനഃപ്പാടമാക്കി ഹൃദിസ്ഥമാക്കി നിഴലായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കണം എന്നത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അതിനു വേണ്ട വിധത്തില് ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ നിർദ്ദേശിക്കുന്നത് അള്ളാഹുവാണ്. അത് ഈ ചോദ്യം ഉന്നയിക്കുന്നവരുടെ സെൻസ് ഓഫ് ഡിസ്ക്രിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല, സ്രഷ്ടാവായ അള്ളാഹുവിന്റെ സെൻസ് ഓഫ് ഡിസ്ക്രിഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. പ്രവാചകന്മാർക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ചില ആനുകൂല്യങ്ങളും ചില സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമായിരുന്നോ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം ചെയ്തതുപോലെയുള്ള ഒരു ധീരകൃത്യം ചെയ്യാൻ? സാധിച്ചോളണമെന്നില്ല. അതിന് പ്രത്യേക പിൻബലം നൽകപ്പെടേണ്ടതുണ്ടാവും. അള്ളാഹു അത് ചെയ്തിട്ടുണ്ടാവും. മനുഷ്യരാശിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ പ്രവാചകനിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി രേഖപ്പെടുത്തി തലമുറകളോളം അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കാൻ ഒരു വ്യക്തി ആ സമൂഹത്തിൽ ഉണ്ടാകണം എന്നത് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ അത് അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ടാകും. അതിന് ഈ പീസിനോ ട്രൂത്തിനോ ഒക്കെ പേരുള്ള പ്രൊഫൈലുകളിൽ വരുന്ന ആളുകളുടെ സമ്മതമോ അംഗീകാരമോ ഒന്നും വേണ്ടതില്ല.
അത് അള്ളാഹുവിന്റെ ഡിസ്ക്രിഷനാണ്. അതിന് എന്താണ് പ്രശ്നം? ആർക്കാണ് പരാതിയുള്ളത്? കല്യാണം കഴിച്ചു കൊടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, കല്യാണം കഴിക്കപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹ, കല്യാണം കഴിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് ആർക്കും പരാതിയില്ല. പിന്നെ ആർക്കാണ് പരാതി? ആ കാലഘട്ടത്തില് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായത്തിലുള്ള എത്രയോ പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാകാൻ ഇഷ്ടപ്പെട്ടിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഒക്കെ തന്നെയാണ്. അതില് അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എന്തിനാണ്? പ്രായത്തിന്റെ കാര്യത്തില് 18 വയസ്സ് കഴിഞ്ഞിട്ടേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമം ഉണ്ടാക്കിയത് അള്ളാന്റെ റസൂലൊന്നുമല്ല, ആ കാലഘട്ടത്തിലെ ആളുകളുമല്ല. അത് നിങ്ങളുടെ ബുദ്ധിശൂന്യരായ ഭരണാധികാരികള് ഉണ്ടാക്കിയ നിയമമാണ്. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തുന്നതോടുകൂടി, പ്യൂബർട്ടി എത്തുന്നതോടുകൂടി കല്യാണം പറ്റും എന്നതാണ്. കല്യാണം ചെയ്തോളണം എന്നല്ല, പറ്റും. ചിലർക്ക് അതായിരിക്കും ധൃതി ഉണ്ടാവുക, വേറെ ചിലർക്ക് പഠിക്കണം, ജോലി കിട്ടണം എന്നൊക്കെ ആയിരിക്കും. ആരാണ് ഇപ്പോ വടിയെടുത്ത് തല്ലി ഒരാളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാനോ ഒക്കെ പോകുന്നത്? അങ്ങനെ പോകുന്നവരോട് ചെയ്യരുതെന്ന് നിങ്ങളും പറഞ്ഞേക്കൂ, ഞങ്ങളും പറഞ്ഞേക്കാം. അതാണ് അതിലുള്ള നിലപാട്. അതേ സമയത്ത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഓരോ പ്രതിഭാസങ്ങളില്ലേ? വാഴ കുലയ്ക്കുന്നത് എപ്പോഴാ? വാഴ കുലയ്ക്കുന്നത് ഒരു വാഴത്തൈ വളർന്ന് അതിന്റെ പുഷ്കലത ഉണ്ടായി അങ്ങനെയുണ്ട് വളർന്ന് കരുത്ത് നേടുന്ന ആ ഘട്ടത്തിലാണ്. അങ്ങനെയാണല്ലോ. ഒരു 40 50 വയസ്സെത്തിയ ഒരു ആളുടെ അവസ്ഥയിലേക്ക് മാറിയ, അതിനോട് സമാനമായ അവസ്ഥയിലല്ല വാഴ കുലയ്ക്കുന്നത്. അതിന്റെ യൗവന തീക്ഷ്ണതയിലാണ് വാഴ കുലയ്ക്കുന്നത്. തെങ്ങില് കായ പിടിക്കുന്നത് ആ ഇളം പ്രായത്തിലാണ്, അല്ലെ? അപ്പോ എല്ലാ പ്രകൃതിയിലെ എല്ലാ സംഗതികൾക്കും പ്യൂബർട്ടി എത്തുക എന്നതാണ് അതിന്റെ നാച്ചുറലായ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും യോജിച്ച ഘട്ടമായിട്ട് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. അത് കുറച്ച് കാത്തിരുന്നു, വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി, തൊഴിൽ പരിശീലനത്തിനൊക്കെ വേണ്ടി ഒരു ലേശം വൈകിച്ചു എന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തിനാണ് പ്രശ്നം? അതിൽ കല്യാണം കഴിക്കുന്നവർക്ക് ഒരു ലേശം ഡിലേഡ് ആകണ പ്രശ്നമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് പ്രശ്നം? ഞാൻ പറയുന്നത്, ചിലർക്ക് വിവാഹത്തിന്റെ അതിന് പ്യൂബർട്ടി എത്തി ആദ്യ പ്രായത്തിൽ തന്നെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അക്രമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. തട്ടിക്കൊണ്ടുപോകലും ചാടിപ്പിടിക്കലും അതുപോലെ പരസ്പര ധാരണയിൽ തന്നെ അബദ്ധസഞ്ചാരം നടത്തിയിട്ട് പിന്നെ അത് ബലാത്സംഗമായി മാറുന്നതും ഗാങ് റേപ്പ് പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ ഇതിന്റെ ദുരന്ത ഫലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തെല്ലാം വിനാശങ്ങളാണ് നാട്ടിൽ സംഭവിക്കുന്നത്. അതിനെ കൃത്രിമമായിട്ട് തടഞ്ഞു വെക്കുന്നതുകൊണ്ട്, കൃത്രിമമായി തടഞ്ഞു വെക്കുകയല്ല വേണ്ടത്. ഒരാൾക്ക് വിവാഹമാണ് വേണ്ടത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്നതിന് നിയമം തടസ്സാകാൻ പാടില്ല. വിവാഹം വേണമെന്ന് ഒരാൾക്ക് തോന്നുന്നത് പ്യൂബർട്ടി എത്തുമ്പോഴാണ്. ആ പ്രായത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടില്ല. 100% അത് ഉറപ്പാണ്. വിവാഹം ചെയ്യുന്നത്, ഇണയായി കൂടെ കൂട്ടുന്നത് ഈ പ്രായപൂർത്തി എന്ന് പറയുന്ന ആ സ്റ്റേജ് എത്തിയതിനു ശേഷം മാത്രമാണ്. അതുകൊണ്ട് അതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല എന്നതാണ് സത്യം. പിന്നീട് നിങ്ങൾ 1500ഓളം വർഷങ്ങൾക്ക് ശേഷം പല നാടുകളിൽ പല വിവാഹപ്രായവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അത് 1500 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അതെന്തൊരു ഭൂലോക വിഡ്ഢിത്താണ്. ആ കാലത്ത് ആരായിരുന്നു അത് പാലിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ലേ. നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് വിവാഹം ചെയ്തിരുന്നത് ഏത് പ്രായത്തിലാ? അദ്ദേഹം എന്താ ഈ നിയമം പാലിക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്താ ആലോചിച്ചൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങളെപ്പോലെ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന ആളുകളും അവരെ മക്കളും ഒക്കെ ഏത് പ്രായത്തിലായിരുന്നു വിവാഹം ചെയ്തിരുന്നത്? അവരെന്തേ ഈ വിവാഹ നിയമം പാലിക്കാതിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുക വേണമെങ്കിൽ. നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കൂ. സത്യം കണ്ടെത്തലാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ. അപ്പോ ഇതൊക്കെ തന്നെ ഉള്ള ഒരാളെ എങ്ങനെ മാതൃകയായി മനസ്സിലാക്കാം എന്നതാണ്
ഇയാൾ ഉന്നയിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കുന്നത് എങ്ങനെ ശരിയാകും എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആയത്തുകള്, ഖുർആന്റെ ആയാത്തുകളെല്ലാം മനുഷ്യന്റെ വാചകങ്ങളാണ് എന്നത് നിങ്ങളൊന്ന് ഡിസ്കോഴ്സ് അനാലിസിസിന്റെ ടൂൾസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് തെളിയിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരം തുടരാം. അള്ളാഹുവിന് ഇത് ബോധ്യമുണ്ട്, ഇത് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമാണെന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോ മറ്റൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ളത് ഈ പൊയ്യക്കടവൻ എന്ന പേരിലുള്ള ഒരു പ്രൊഫൈലിനാണ്. മുഹമ്മദിന്റെ വീട്ടുകാര്യങ്ങൾക്കായി അള്ളാഹു ആയത്തിറക്കുന്നു, അതെങ്ങനെ ശരിയാകും? റോൾ മോഡൽ ആയിട്ടാണ് പ്രവാചകനെ അള്ളാഹു അയച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അതിൽ കടന്നു വരും. അത് അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നെ പകുതി കേൾക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ട്രൂത്ത് എന്നുള്ള പ്രൊഫൈലിലുള്ള ആള് ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ വേണ്ട വിധത്തില് സമഗ്രമായി സത്യസന്ധമായി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നത്. ചിലപ്പോ അറിഞ്ഞുകൊണ്ട് സത്യനിഷേധത്തിൽ നിലകൊള്ളുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അതും ആകാൻ സാധ്യതയുണ്ട്. അപ്പോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മുഹമ്മദ് ഒരിക്കലും ഒരു റോൾ മോഡൽ അല്ല, ഒരു വൃത്തികേടുകൾ നിറഞ്ഞ ജീവിതം നയിച്ച ആളാണ് മുഹമ്മദ്. ഹദീസുകൾ പറയുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഒരാളെ എങ്ങനെ അനുസരിക്കാനാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. വൃത്തികേടുകൾ നിറഞ്ഞ ജീവിതം നയിച്ച ഒരാളാണ് എന്നത് നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കൂ, എല്ലാ ആംഗിളിൽ നിന്നും പരിശോധിച്ചോളൂ. ലോകത്ത് അറിയപ്പെടുന്ന പ്രമുഖരായ ആരുടെയെങ്കിലും ജീവിതവുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കൂ. എന്നിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ധാർമ്മികതയിലും സദാചാര ബോധത്തിലും നന്മയിലും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മെച്ചപ്പെട്ടതായി ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. പടിഞ്ഞാറൻ ലോകത്ത് അങ്ങനെ ഒരു പഠനം നടത്തിയ ഒരാള് 100 ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ലോകത്തിന് മാതൃകയായ ഏറ്റവും ശ്രദ്ധേയരായ 100 ആളുകൾ. അവരില് ഒന്നാമനായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അങ്ങനെ പഠനം നടത്തി ദ 100 എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ച് പ്രസിദ്ധനായ ആള്, അയാൾ ഒരിക്കലും തന്നെ മുസ്ലിം ആയിരുന്നില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കിക്കോളും. ഇനി അപ്പോ അതിനുള്ള ഉത്തരം അത്ര മാത്രമാണ്. പിന്നെ ഒരു നന്മ പോലും ഇല്ലാത്ത മുഹമ്മദ് ഒരു സംശയം കൂടാതെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകും ഒരു നന്മയും ഉണ്ടായിരുന്നില്ലാത്ത ആളാണ് മുഹമ്മദ് എന്നത് ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒരു നന്മയില്ല. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ പൊയ്യക്കടവൻ ഒരു നടത്തിയൊരു വിശദീകരണം, എന്നിട്ട് തൗഹീദ്, എന്നിട്ട് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിച്ചവരും എഴുതിയവരും ഒക്കെ ഇസ്ലാം വിട്ടോ? അപ്പൊ ഹദീസ് പ്രകാരം ഏറ്റവും മോശമായ ഏറ്റവും തിന്മകൾ നിറഞ്ഞ ആളായിരുന്നു മുഹമ്മദ് നബി എന്നാണ് തെളിയുന്നത് എന്നാണ് ഇയാൾ കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ പൊയ്യക്കടവൻ ചോദിച്ച ഒരു ചോദ്യം, എന്നിട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയവരും അത് പഠിപ്പിച്ചവരും ക്രോഡീകരിച്ചവരും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅദല്ലാ അദ്ദേഹം ഒരു ഫ്രോഡാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെയും ഇസ്ലാം ആയിട്ട് നിലകൊള്ളുകയായിരുന്നോ എന്നാണ് ഒരു മറുചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് ചോദ്യം ഉന്നയിച്ച ആൾക്ക് ആലോചിക്കാൻ വേണ്ടി നൽകിയ ഒരു ചോദ്യമാണ്, അത് അദ്ദേഹം ആലോചിക്കട്ടെ. പിന്നെ ഖുർആന് മുമ്പ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥം കാണിച്ചു തരാമോ എന്നാണ്. ഈ ട്രൂത്ത് പ്രൊഫൈലിലുള്ള ആളുടെ മതപരമായും ഭാഷാപരമായും ഒക്കെ ഉള്ള വിവരക്കേട് വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണത്. നിങ്ങള് ബൈബിൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി രംഗത്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ അറബിയിൽ ലഭ്യമായിരുന്നോ എന്നതൊന്ന് പഠിച്ചു നോക്കും. എന്നിട്ട് ആ ബൈബിളില് അള്ളാഹു എന്ന വാക്ക് ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നോ എന്നതൊന്ന് പഠിച്ചു നോക്കും. അന്നും ഇന്നും പഴയ വേദത്തിലും പുതിയ വേദത്തിലും അതിന്റെ അറബി പതിപ്പിലുണ്ടായിരുന്ന
പ്രയോഗം പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂചിപ്പിക്കാനുള്ള വാക്ക് അള്ളാഹു എന്ന് തന്നെയാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അതിൽ വരുന്ന ഒരു കക്ഷിയുണ്ട്. അയാള് പറയുന്നത് പോലെ അറബികളുടെ മക്കയിലെ ഖുറൈശികളുടെ ഒരു ഗോത്ര ദൈവമായിരുന്നു അള്ളാഹു എന്ന് പറയുന്ന വിഡ്ഢിത്തം പോലെയുള്ള വിഡ്ഢിത്തമൊന്നും നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. നിങ്ങളുടെ തന്നെ പൂർവികര് പ്രയോജനപ്പെടുത്തിയിരുന്ന അറബി ഭാഷയിലുള്ള തൗറാത്തും ഇഞ്ചീലും ഒന്ന് വായിച്ചു നോക്കിയാൽ അപ്പോ ഈ സംശയവും ഈ വിഡ്ഢിത്തമൊന്നും ആവർത്തിക്കേണ്ടി വരില്ല. മറ്റൊന്ന്, ഇസ്ലാം വിടാത്തത് അവരുടെ ജീവനോപാധി ആയതുകൊണ്ടാണ് എന്നാണ്. ഈ ആളുകള്, ഹദീസിന്റെ ആളുകളും മതത്തിന്റെ ആളുകളും ഒന്നും നബിയുടെ ജീവിതം വളരെ ഫ്രോഡുലന്റ് ആയതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഇസ്ലാം വിട്ടു പോകാതിരുന്നത് ഇസ്ലാമിലൂടെയാണ് അവരുടെ ജീവിതം നടന്നു പോയിരുന്നത് എന്നതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും നമ്മളെ പോലെ തന്നെ ആകണമെന്ന് വാശി പിടിക്കണോ എന്നൊരു മറുചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദീനിനെ, സ്വന്തം മതത്തിനെ ഒരു ജീവനോപാധിയായിട്ട് കാണുന്ന ഒരു സംസ്കാരം ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത് ലോകത്ത് ആരാണ്, ഏത് മതവിഭാഗത്തിൽ പെട്ടതാണ് എന്നത് ദ ട്രൂത്ത് പ്രൊഫൈലിലുള്ള ആളുകൾ ഒന്ന് പഠിച്ചു നോക്കട്ടെ. അപ്പോ കണ്ണാടി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട, നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ 95% വിശ്വാസികളിൽ ആരും തന്നെ ഹദീസുകൾ കണ്ടിട്ട് പോലും ഇല്ല എന്നതാണ്. ആയിരിക്കാം, ശതമാനക്കണക്കൊന്നും എനിക്കറിയില്ല. വളരെ കുറഞ്ഞ ആളുകളെ ഹദീസിൽ പാണ്ഡിത്യം നേടിയൊക്കെ വരാറുള്ളൂ. പക്ഷെ ഹദീസുകളെയും ഖുർആനെ തന്നെയും പൂർണ്ണമായി അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട പാഠപുസ്തകങ്ങള് മുസ്ലിം വ്യക്തികള് എല്ലാവരും തന്നെ ചെറുപ്രായത്തില് മതപാഠശാലകളിൽ പഠിക്കുന്നുണ്ട്. ഹദീസുകളില് വളരെ ആഴത്തിലുള്ള പഠനം നടത്തുന്നത് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. ഒരു മറുചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? മതേതരത്വത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പരിണാമവാദം ഉൾക്കൊള്ളുന്ന ആളായി മാറിയത്? അതോ സ്കൂൾ പാഠപുസ്തകത്തിൽ അതുണ്ടായിരുന്നതുകൊണ്ടോ? നിങ്ങൾ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒരാളായി മാറിയിട്ടുള്ളത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ കുറിച്ച് നടന്നിട്ടുള്ള ആദ്യകാല രചനകള്, ആ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളുടെ വാക്കുകളിൽ തന്നെ പഠിച്ചതുകൊണ്ടാണോ? അപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി വളരെ വ്യത്യസ്തമാണ്. ചിലർ ആഴത്തിൽ ഇറങ്ങി ചെല്ലും, ചിലര് തൊലിപ്പുറമെ മാത്രം മനസ്സിലാക്കും, ചിലര് അതിന്റെ സാരാംശം കിട്ടുന്ന സ്രോതസ്സുകളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകും. ആളുകൾക്ക് എന്തെല്ലാം ഏർപ്പാടുകളുണ്ട്. ഒരു മെക്കാനിക്കിന് പത്രം വായിക്കാൻ പോലും സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ ആളുകൾ വ്യത്യസ്ത ജീവിത രീതികൾ അവലംബിക്കുന്ന ആളുകളാണ്. പക്ഷെ എല്ലാവരും തന്നെ സത്യം തിരിച്ചറിയാൻ വേണ്ട ഒരു വിദ്യാഭ്യാസം സ്വയം ആർജിക്കും ഏതെങ്കിലും വിധത്തില് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മദ്രസകളിൽ പറയുന്ന തള്ളുകൾ മാത്രമാണ് വിശ്വാസികൾക്ക് അറിയുക എന്നാണ്. മദ്രസയില് തള്ളലാണോ പുറന്തള്ളലാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. മദ്രസ തുടങ്ങിയ ആളുകൾ, നടത്തുന്ന ആളുകളും അത് നടത്തുന്നത് അത് തള്ളാണ് എന്നുള്ള നിലക്കല്ല. നിങ്ങൾക്കത് തള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പരിശോധിച്ച് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. പിന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് ഒരു കാര്യം കൂടി എന്തോന്ന് പകുതി മാത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പ്രതികരണം അർഹിക്കുന്നില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് മറിയമ്മിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളുടെ പഠനവും നേരത്തെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളോടുള്ള പ്രതികരണവുമാണ് ഇന്ന് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശിഷ്ടമായ ദിനരാത്രങ്ങളുടെ സകലവിധ ബറക്കാത്തുകളും പുണ്യവും നേടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും
എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ അത്ഭുതം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.